ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ സജി കുര്യാക്കോസ്. കോഴിക്കോട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ MBA സ്ഥാപനത്തിൻ്റെ ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SNES സിംസാറിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 11 ഇമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് എൻ്റെ ഡയറക്ടറുമാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായി വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ കരിയർ കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസ്, ട്രെയിനിങ് പ്രോഗ്രാം എന്ന് വിവിധ വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് 11 ഇമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് മറ്റ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? പല വിദ്യാർത്ഥികളും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്തിനു പോകുന്നു? അവരുടെ കരിയർ ഗോൾ എന്താണ്? അവരുടെ എഡ്യൂക്കേഷണൽ ഗോൾ എന്താണ്? അവരുടെ ഫിനാൻഷ്യൽ ഗോൾ എന്താണ്? ഏത് രാജ്യത്താണ് അവർ പോകുന്നത്? എന്തിനാണ് അവർ പോകുന്നത്? ശരിക്കും പഠനത്തിന് വേണ്ടി മാത്രമാണോ? അല്ലെങ്കിൽ ദേ വോണ്ട് ടു ഗോ ആൻഡ് മേക്ക് സം മണി ആൻഡ് കം ബാക്ക്, അതാണോ അവരുടെ ഉദ്ദേശം? അപ്പോൾ ഒരു വിദ്യാർത്ഥി വന്നു കഴിഞ്ഞാൽ അവരുടെ എക്സാക്ട്ലി എന്താണ് അവരുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി മനസ്സിലാക്കി, അവരുടെ അഭിരുചി മനസ്സിലാക്കി, അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു രാജ്യം, ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കോഴ്സ്, ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്നിവ കൃത്യമായി പറഞ്ഞ് കൊടുത്ത് അവർക്ക് ജീവിതത്തിലൊരു സക്സസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 11 ഇമിഗ്രേഷൻ പ്രവർത്തിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ സഹായത്തോടു കൂടി വിദേശത്ത് പോയിട്ടുള്ള പല വിദ്യാർത്ഥികളോടും ഞങ്ങൾ അവരുടെ ഫീഡ്ബാക്ക് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ഞങ്ങൾക്കൊരു റൈറ്റ് ഡയറക്ഷൻ തന്നു, അതുകൊണ്ടാണ് ഞങ്ങളിന്ന് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത്.